നമസ്കാരം. പൊട്ടലിനുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം വെള്ള നിറത്തിലുള്ള ബാൻഡേജ് ചുറ്റിയ ഒരു കയ്യോ കാലോ, അല്ലെങ്കിൽ ഒരു കട്ടിൽ നിസ്സഹായനായി കിടക്കുന്ന ഒരു രോഗി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ നീണ്ടു കിടക്കുന്ന ഒരു ചരട്, അതിൻ്റെ അറ്റത്തൊരു വെയിറ്റ്. ഈ ഒരു ഇമേജാണ് ഇപ്പോഴും എല്ല് പൊട്ടലിനുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ പലപ്പോഴും സാധാരണ ഞങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എന്നാൽ ഇന്ന് കൂടുതലും എല്ല് പൊട്ടലിന് ശസ്ത്രക്രിയ മുഖേനയുള്ള ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. എന്തിനാണ് ഡോക്ടർമാർ എല്ല് പൊട്ടലിന് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്? ഈ വച്ച് കെട്ടിയും വെയിറ്റ് ഇട്ടുമുള്ള ചികിത്സ തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം പരിശീലിക്കുന്ന ഡോക്ടർമാരും 1900 ആദ്യം വരെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ല് പൊട്ടലിന് ശസ്ത്രക്രിയ എന്നുള്ള രീതി പ്രചാരത്തിൽ വന്നത്? നിങ്ങൾക്കറിയാം. ഈ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ല് പൊട്ടലിന് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഒരിക്കലും എല്ല് യോജിക്കാൻ വേണ്ടിയല്ല. 95% പൊട്ടലുകളും യോജിക്കാൻ വേണ്ടി ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഡോക്ടർ നിങ്ങൾക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, മറ്റുള്ള ജീവികളുടെ മുൻകാലാണ് അല്ലെങ്കിൽ പിൻകാലാണ് നമ്മളുടെ കൈയും കാലുമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മറ്റുള്ള ജീവികളുടെ ശരീരത്തിലൊരു എല്ല് പൊട്ടൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഡോക്ടറും പ്ലാസ്റ്റർ ഇടുകയോ സർജറി ചെയ്യുകയോ ചെയ്യാതെ അവർ യോജിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ അത് സംഭവിക്കുന്നില്ല? മനുഷ്യൻ്റെ ശരീരത്തിലും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ മുൻകാലും പിൻകാലും ഉപയോഗിച്ച്, അതായത് കൈയും കാലും ഉപയോഗിച്ച് മറ്റുള്ള ജീവികൾ ചെയ്യുന്നതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കൈയുടെയും കാലിൻ്റെയും ഫങ്ഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളെക്കാൾ വളരെ കൂടുതലാണ്. ഈ ഫങ്ഷണൽ എബിലിറ്റി, നമ്മളുടെ കൈയുടെയും കാലിൻ്റെയും കാര്യക്ഷമത, കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇവയുടെ കഴിവ് പരമാവധി ഭംഗിയായി നിലനിർത്താൻ വേണ്ടിയാണ്, ഫോർ മാക്സിമം ഫങ്ഷണൽ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ്, കൂടുതൽ പെർഫെക്റ്റായിട്ട് എല്ല് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജറി നിർദ്ദേശിക്കുന്നത്. അതായത് എല്ല് യോജിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ കൃത്യമായും ഭംഗിയായും എല്ല് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ നിങ്ങൾക്ക് സർജറി നിർദ്ദേശിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, 1900 ആദ്യം വരെയും വച്ച് കെട്ടി തന്നെയാണ് ചികിത്സിച്ചിരുന്നത്. 1930 ഓടെയാണ് ഒരു പുതുതായിട്ടുണ്ടായ ഒരു പൊട്ടൽ, ഒരു ഫ്രഷ് ഫ്രാക്ചറിന് ഇൻറ്റേർണൽ ഫിക്സേഷൻ ചെയ്യാം, സർജറി ചെയ്യാം എന്നുള്ളൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ജർമ്മൻ ഭിഷഗ്വരനായ കുൺഷർ എന്ന് പറയുന്ന ഡോക്ടറാണ്. ഈ കാര്യം ആദ്യമായിട്ട് എക്സ്റ്റെൻസീവായിട്ട് ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഈ കാര്യം കുൺഷർ മുന്നോട്ട് വച്ചപ്പോൾ തന്നെ അന്നത്തെ ജർമ്മൻ സയൻറ്റിഫിക് സൊസൈറ്റിയിലൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടായി. ഇങ്ങനെയുള്ളൊരു കാര്യം ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഇതിന് അപകട സാധ്യതയും കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് അന്നത്തെ സയൻറ്റിഫിക് സൊസൈറ്റി ഇതിനോട് പ്രതികരിച്ചത്. പക്ഷേ 1939 നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇദ്ദേഹം എക്സ്റ്റെൻസീവായിട്ട് പട്ടാളക്കാർക്കിടയിൽ ഈ ചികിത്സാ രീതി, പ്രത്യേകിച്ചും ഫീമർ ഫ്രാക്ചർ, തുടയെല്ല് പൊട്ടലിന് വേണ്ടി ഇൻറ്റേർണൽ ഫിക്സേഷൻ എന്നുള്ള ചികിത്സാ രീതി ഉപയോഗിച്ചു. അതിനുശേഷം ഈ ചികിത്സാ രീതി, യുദ്ധത്തിന് ശേഷം ഈ ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ അമേരിക്കക്കാർ ഇദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുവരികയും ഈ രീതിയിലുള്ള ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നിടത്ത് നിന്നാണ് ഇത്രയും പൂർണ്ണമായ തോതിലുള്ള എല്ല് പൊട്ടലിന് ഇൻറ്റേർണൽ ഫിക്സേഷൻ എന്നുള്ള ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്ത് വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി വേഗത്തിൽ ഫങ്ഷണൽ റിക്കവറി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സർജറി നിർദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്ലാസ്റ്റർ ഇട്ടോ വെയിറ്റ് ഇട്ടോ 3-4 മാസം അടങ്ങിയിരിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ പൊതുവേ സമൂഹത്തിനില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകണം, പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവസന്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്ന പൊട്ടലുകൾ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘമായിട്ടുള്ള വിശ്രമം ഒഴിവാക്കാൻ പറ്റും. നേരത്തെ തന്നെ നമ്മൾക്ക് ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ദീർഘകാലമായിട്ട് പ്ലാസ്റ്റർ ഇട്ട് നമ്മളുടെ ഒരു കൈ അനക്കാതെ വയ്ക്കുമ്പോഴത്തേക്കും അതിനുശേഷം നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരാം. അപ്പോൾ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് വരാം. അങ്ങനെ ഉണ്ടാകുന്ന ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും അത്രയും കൂടിയ ഡ്യൂറേഷനുള്ള ഫിസിയോതെറാപ്പിയും ഒക്കെയും നമുക്ക് ഈ ഇൻറ്റേർണൽ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് മുറിവും കൂടെയുള്ള പൊട്ടൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സർജറി അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വച്ച് കെട്ടി ചികിത്സിക്കുന്നത് മുമ്പ് നമ്മളുടെ ലിംബ് തന്നെ അതായത് നമ്മളുടെ ഒരു അവയവം തന്നെ നഷ്ടപ്പെടാൻ പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരു സാഹചര്യമില്ല. നമ്മൾ നേരത്തെ തന്നെ ശസ്ത്രക്രിയ മുഖാന്തരം ഇടപെടുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള മുറിവും കൂടെയുള്ള, അതായത് വലിയ മുറിവും കൂടെയുള്ള പൊട്ടലുകളിൽ നമുക്ക് ആ ലിംബ് സേവ് ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്.
പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ എല്ല് പൊട്ടലിന് വേണ്ടി ഉണ്ടാകുന്ന ശസ്ത്രക്രിയകൾ എമർജൻസി ആണോ എന്നുള്ളത്. പലപ്പോഴും അധികം സമയം കൊടുക്കാതെ തന്നെ ഇൻറ്റേർണൽ ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും ആവശ്യമെന്ന് വരുന്ന പക്ഷം കുറച്ച് സമയം കൊടുത്ത് നമ്മൾ സർജറി ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പൊട്ടലുകൾക്ക് സർജറി ടീമിനും ഡോക്ടറിനും തയ്യാറാവാനും പ്ലാൻ ചെയ്യാനൊക്കെ കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് ഒരു ചെറിയ ഡിലേ വന്നാൽ നന്നായി പ്ലാൻ ചെയ്ത് നല്ലതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ സർജറി ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് എല്ലാ എല്ല് പൊട്ടലിന് വേണ്ടിയുള്ള സർജറി എമർജൻസി അല്ല. എങ്കിലും കഴിയുന്നിടത്തോളം അധികം താമസമില്ലാതെ തന്നെ എല്ല് പൊട്ടലിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്നതാണ് നല്ലത്. വലിയ തോതിലുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ പെടുന്നവർക്ക്, ഗുരുതരമായ പൊട്ടലുകൾക്കുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ കിട്ടണം. ഗോൾഡൻ അവർ എന്ന് പറയും. ആ ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ മെഡിക്കൽ കെയർ കിട്ടുകയും എല്ല് പൊട്ടലിന് വേണ്ടിയുള്ള സർജറി ചെയ്യുന്നത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അല്ലാതെ സാധാരണഗതിയിലുള്ള എല്ല് പൊട്ടലിന് നമ്മളൊരു ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് വന്നാലും കുഴപ്പമില്ല. എന്നാലും കാര്യമായിട്ടുള്ളൊരു അപകടം, വലിയ തോതിലൊരു എല്ല് പൊട്ടൽ എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഭയപ്പാടില്ലാതെ ചെയ്യേണ്ട ആവശ്യമുണ്ട്.